എക്സാലോജി കേസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കേസിനെ മാസപ്പടി കേസ് എന്നാണ് അറിയുന്നത്. ചില മാധ്യമങ്ങൾ മാസപ്പടി എന്ന് പ്രയോഗിച്ചാണ്. സത്യത്തിൽ ഈ പണം മാസപ്പടിയാണോ എന്നാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെടുന്നത്. ഇപ്പോൾ അന്വേഷിക്കപ്പെടുന്നത് നമ്മൾ ഈ മാസപ്പടി എന്നൊരു നെഗറ്റീവ് സംഗതിയാണല്ലോ. എന്ന് വെച്ചാൽ ഒരു അരുചികരമായ അഹിതകരമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അധികാര പദവിയിലുള്ള ഒരാളുടെ ബന്ധുവിന് പണം മാസത്തിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, ഇതാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് തെളിയിക്കപ്പെടുന്നതിന് മുമ്പേ മാസപ്പടി എന്ന നെഗറ്റീവ് പേര് ചാർത്തി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. മാസപ്പടി എന്ന് പറയാമോ എന്നതാണ് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘങ്ങൾ അന്വേഷിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 1,72,00,000 രൂപ എന്നത് ഈ വീണ വിജയൻ എക്സാലോജിക്ക് ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്ന അവരുടെ കമ്പനി വാങ്ങിയിരിക്കുന്നത് ബാങ്ക് ത്രൂ ആണ്. സകല നമ്മുടെ നാട്ടിലെ നിയമങ്ങളും പാലിച്ചിട്ട് ബാങ്കിൽ കൃത്യമായിട്ട് പൈസ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആണെങ്കിൽ ആളുകൾ ബാങ്കിലൂടെ ഇതിൻ്റെ നികുതിയെല്ലാം കൊടുത്ത് ടാക്സ് എല്ലാം കാണിച്ചിട്ടാണോ കൊടുക്കുക എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ഒരാളുടെ മുമ്പിലേക്ക് വരും. ആ ചോദ്യങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പ്രത്യേകിച്ച് സേവനമൊന്നും കൊടുക്കാതെയാണ് ഈ പണം വാങ്ങിച്ചുകൊണ്ടിരുന്നത് എന്നൊരു വർത്തമാനം അതിനകത്തുണ്ട്, ഒരു ആരോപണമുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് ഗൗരവമുള്ളൊരു കാര്യമാണ്. എന്തിനാണ്? മുഖ്യമന്ത്രിയുടെ മകളാണല്ലോ ഇവരൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് അത്ര ഈ ഷേഡിയാണ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മോശം ട്രാക്ക് റെക്കോർഡ് എന്നൊക്കെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന, എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദാരമായിട്ട് സംഭാവന കൊടുത്തിരിക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് എന്തിനാണ് ഇവർ ഇങ്ങനെ പണം വാങ്ങിച്ചത് എന്നൊരു ചോദ്യം സാങ്കത്യമുള്ളതാണ്. അതിനകത്ത് ഇതുവരെ വന്നിരിക്കുന്ന കാര്യങ്ങൾ അവർ സേവനം നൽകിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ സേവനം നൽകിയിട്ടില്ല എന്നാണ് ഈ അന്വേഷണ സമിതികൾ, ഈ പറയുന്ന SFIO ആണെങ്കിലും ഈ പറയുന്ന ED ഒക്കെ ആണെങ്കിലും സംശയിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന SFIO കൊടുത്തിരിക്കുന്ന കുറ്റപത്രം അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ അത്തരം കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വിശദീകരിക്കേണ്ടത് അവരുടെ കാര്യമാണ്. ഈ കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അന്വേഷണ ഏജൻസികളാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന സംഗതികൾ നമ്മളിതിനെ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ED ഇങ്ങനെ ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്. ഇത് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സംഗതികളെയും അതുവഴി CPM-നെ തന്നെയും ഇല്ലാതാക്കാനുള്ള BJP ശ്രമമാണിത് എന്നൊക്കെ CPM-കാർ പറയുന്നതിനെ മുഖവിലക്കെടുത്തു. അതുകൂടെ ഒന്ന് ആലോചിക്കേണ്ടതല്ലേ എന്ന് നമ്മളെപ്പോലുള്ള നിഷ്പക്ഷരായിട്ടുള്ള മാധ്യമങ്ങൾ തോന്നുന്നത് എന്തുകൊണ്ടാണ്? തോന്നുന്നത് ED-യുടെ ട്രാക്ക് റെക്കോർഡ് ഒട്ടും വൃത്തിയുള്ളതല്ല എന്നുള്ളതുകൊണ്ടാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 2014 മുതൽ 2022 വരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 3010 റെയ്ഡുകൾ രാജ്യത്താകെ നടത്തിയിട്ടുണ്ട്. 3010. 2014 എന്ന് വെച്ചാൽ നരേന്ദ്രമോദി സർക്കാർ വന്ന ഈ BJP സർക്കാരുകളുടെ കാലത്തോട്ട് 2022 വരെ ED നടത്തിയ റെയ്ഡുകളുടെ എണ്ണം 3010 ആണ്. അതിനകത്ത് കോൺഗ്രസ് UPA സർക്കാരുകൾ നടക്കുന്ന സമയത്ത് പക്ഷേ 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് ഇത് 112 റെയ്ഡ് മാത്രമായിരുന്നു. UPA സർക്കാരുകളുടെ 10 വർഷം എടുത്താൽ 112 റെയ്ഡാണ് നടന്നിരുന്നതെങ്കിൽ നരേന്ദ്രമോദി സർക്കാരുകളുടെ കാലം എടുത്താൽ അത് 3010 റെയ്ഡുകളാണ് എന്നാണ് ഈ പറയുന്നതിന് അർത്ഥം. എന്ന് വെച്ചാൽ വലിയ ശതമാനത്തിൻ്റെ വർധനയുണ്ടായി. എന്ന് വെച്ചാൽ ഇത് ആ കാലത്ത് കുറച്ച് അലസമായിട്ടിട്ടിരിക്കുകയും ഈ കാലത്ത് ഒരുപാട് ആളുകളെ പിടികൂടാനായിട്ടും കുറേ കുഴപ്പങ്ങൾ കണ്ടെത്തിയതുകൊണ്ടും നല്ല ധീരമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ എന്ന അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ചതുകൊണ്ടുമാണ് എങ്കിൽ ഉണ്ടാകേണ്ടുന്ന റിസൾട്ട് ഉണ്ടാക്കിയിട്ടുമില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. ED-യുടെ ഇൻഫർമേഷൻ റിപ്പോർട്ട് പ്രകാരം 4964 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ചാർജ് ഷീറ്റ് അതിനകത്ത് നൽകിയത് 993 കേസുകൾ മാത്രമാണ്. 4964 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 993 കേസുകൾ മാത്രമാണ് ചാർജ് ഷീറ്റ് കുറ്റപത്രം കൊടുത്തത്. അതിനകത്ത് തന്നെ ശിക്ഷിച്ചത് 23 കേസുകളാണ്. 23 കേസുകൾ മാത്രം. അതാണ് സംഗതി. അതായത് 4964 കേസുകൾ എടുത്തു, എന്നിട്ട് 23 കേസുകളിൽ മാത്രം ശിക്ഷ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കൺവിക്ഷൻ റേറ്റൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ആലോചിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കോടതി കണ്ടിരിക്കുന്ന, മറ്റേ കേസുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി കോടതി കണ്ടിരിക്കുന്ന പ്രധാനമായിട്ടുള്ള കാരണം മതിയായ തെളിവുകൾ ഹാജരാക്കിയില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഒരു ഇളക്കമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കേസെടുക്കുക, അന്വേഷണമൊന്നും കാര്യമായിട്ടില്ല, ബഹളം ഉണ്ടായിക്കൊണ്ടേയിരിക്കും തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ, എന്നിട്ട് തെളിവൊന്നും ഹാജരാക്കില്ല, കേസ് ആ വഴിക്ക് പോകും. ഇതിലെ 90% കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്, പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെയാണ്. അത് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. BJP-യുടെ നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ എന്നത് നമ്മുടെ മുന്നിലേക്ക് അധികമായിട്ട് വന്നിട്ടില്ല. നമ്മൾ തന്നെ പരിശോധിച്ചാൽ ഇപ്പോൾ ഇവിടെ കൊടകര കൊഴൽപ്പട കേസ് അതിൻ്റെ നല്ല ഉദാഹരണമാണ്. അപ്പോൾ അത് അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പോയിൻ്റ് ഉണ്ട്. അതായത് മുൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറായിരുന്ന സഞ്ജയ് കുമാർ മിശ്ര ഇപ്പോൾ ഇരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിലാണ്. എന്ന് വെച്ചാൽ BJP-യുടെയും സർക്കാരിൻ്റെയും സ്വന്തം ആളുകളാണ്. എന്നിട്ട് BJP-യുടെയും കേന്ദ്ര സർക്കാരിൻ്റെ ആളുകൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല. എടുക്കുന്ന കേസുകൾ മുഴുവൻ ഈ പറയുന്ന ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ മാത്രം എടുക്കുക. എന്നിട്ട് എടുത്ത് ബഹളമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവസാനം ഉള്ളി തൊലിക്കുന്ന പോലെ എല്ലാം കൂടി കഴിയുമ്പോഴേക്ക് കേസിൽ ഒരു തെളിവും ഉണ്ടാവില്ല,
ആ നിലക്ക് കേസ് പോകും. അപ്പോൾ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഇനി ബഹളം ഉണ്ടാക്കുന്ന എന്തിനാണ്? അതിന് ഈ കേന്ദ്ര സർക്കാരിനെയും മീഡിയയും വിമർശിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന 2 പേരുകളാണ്. ഒന്ന് സുവേന്ദു അധികാരി, 2 ഹിമന്ത ബിശ്വ ശർമ്മ. സുവേന്ദു അധികാരി ആരായിരുന്നു? തൃണമൂൽ നേതാവായിരിക്കെ ശാരദാ ചിറ്റ് ഫണ്ടൊക്കെ വലിയ തോതിൽ തട്ടിപ്പും കേസും നാരദ സ്കാം വീഡിയോയിലൂടെ വന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി അപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ BJPയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സുവേന്ദു അധികാരി മറ്റൊരു പാർട്ടിയിലായിരിക്കെ ആ പാർട്ടിയിൽ നടത്തിയ അഴിമതി ED അന്വേഷിക്കവേ ഈ സുവേന്ദു അധികാരിയെ നരേന്ദ്രമോദി അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നതിൻ്റെ വീഡിയോ ഇപ്പോഴും ലഭ്യമാണ്. എന്ന് വിളിച്ചു. ഭയങ്കരമായിട്ട് വിളിച്ചു, ഭയങ്കരമായിട്ട് ഈ വിമർശിക്കുകയും അങ്ങനെയൊക്കെ അധിക്ഷേപിച്ചു. എന്നിട്ടിപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ്, ബംഗാളിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എന്ന് ആലോചിക്കണം. അതായത് ED കേസ് വരുന്നു, ഒരാളൊരു അഴിമതി നടത്തുന്നു, മറ്റൊരു പാർട്ടിയിലെ ആൾ ED കേസ് വരുന്നു, വലിയ ബഹളം. അപ്പോൾ അയാൾ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് BJPയിലേക്ക് ചേരുന്നു. അതോടെ ED കേസ് പോയി. ED കേസ് പോയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി പോലും ആകുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ അസമിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം കോൺഗ്രസിലായിരിക്കെ കേസുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ കേസ് മാറി.